ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷവർമ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം ഷവർമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കട്ട്ലറ്റ് ഇഷ്ടമാവും. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി വഴറ്റണ്ട, മസാല ഉണ്ടാക്കണ്ട, ഒന്നും ചെയ്യണ്ട, പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ കുറച്ച് ക്യാബേജ്, ക്യാരറ്റും സവാളയും നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നൈസായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതും നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ. എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് മയണൈസ് ഇട്ട് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നന്നായിട്ട് തന്നെ മയണൈസ് ഇട്ട് കൊടുക്കണം. അതൊന്ന് കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ തന്നെ മയണൈസ് ഇട്ട് കൊടുക്കണം. 2-3 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പരുവത്തിന് കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസസ് ഇതുപോലെ നമുക്ക് പിച്ചി ഇട്ട് കൊടുക്കാം. അതും കൂടെ നന്നായിട്ട് കൈവച്ച് തന്നെ നമുക്ക് അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബാറ്റർ എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഷേപ്പിന് നമുക്ക് കിട്ടണ്ടേ. ആ ഒരു ഷേപ്പ് ആകുന്നത് വരെ തന്നെ നമ്മൾ കുറച്ച് ബ്രെഡ് പീസസ് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബാറ്റർ നന്നായിട്ട് തന്നെ കൈകൊണ്ട് ഇതാക്കി എടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ബ്രെഡ് പീസസ് ഇതുപോലെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഞാനിവിടെ ചിക്കൻ ഇട്ടിട്ടില്ല. ചിക്കൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് വേവിച്ച ചിക്കൻ ഇവിടെ ഇട്ട് കൊടുക്കാം. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് എടുത്തിട്ട് ഒരു ഉരുള എടുത്തിട്ട് പിന്നെ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നിങ്ങൾ റൗണ്ടാക്കി എടുത്തതിന് ശേഷം കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വയ്ക്കുക. ആ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഒരു മുട്ടയോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അതുപോലെ ബാക്കിയുള്ളത് നമുക്കതുപോലെ ചെയ്തെടുക്കാം. ചിക്കൻ ഇഷ്ടമുള്ളവർ ചിക്കനൂടെ ഇട്ടുക. ഞാനിവിടെ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ എല്ലാം നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ കട്ട്ലറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ മീഡിയം ഉണ്ടല്ലോ, ലോയും മീഡിയം, ഹൈയിൽ വെക്കരുത്, ലോ മീഡിയം, ആ ഒരു റേഞ്ചിൽ നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒരു സൈഡ് ഇപ്പം ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ, 2 സൈഡും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ആണ്. ഇതുപോലെ നമ്മുടെ കട്ട്ലറ്റ് നന്നായിട്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ സോസും കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് അതുപോലെ അടുത്ത പാച്ചസും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ടിഷ്യൂ എടുത്തിട്ട് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ടിഷ്യൂയിലോട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അതുപോലെ അടുത്തത് നമുക്കിതുപോലെ ഓരോ ബാച്ചസായിട്ട് കുറച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. മീഡിയം ടു ലോ ആ ഫ്ലെയിമിൽ വയ്ക്കാം. കാരണം ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണ്ടേ. അതിന് വേണ്ടി നമ്മൾ മീഡിയം ലോ ആ ഒരു ഫ്ലെയിമിൽ തന്നെ ഇടുക. അങ്ങനെ നമ്മുടെ എല്ലാ കട്ട്ലറ്റും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, നല്ല അടിപൊളി കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. സോസും കൂട്ടി കഴിക്കാൻ, ചൂടോടെ കഴിക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം എല്ലാ ഷവർമ ലവേഴ്സിനും വേണ്ടിയിട്ട് ഞാൻ ഈ കട്ട്ലറ്റ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഷവർമാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്.